വെൽക്കം ബാക്ക് ടു ഫാഷൻ മേക്ക് ഡിസൈൻസ്. നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്യോർ വിസ്കസ് ജോർജറ്റ് ഫാബ്രിക്കിലുള്ള കളക്ഷൻ ആണ്. ഫുള്ളി പത്തീക് പ്രിന്റ് ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. വേറെ എംബ്രോയിഡറി വരുന്നില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന 4 കളർ ഷെയ്ഡ്സ്. ഫസ്റ്റ് വൺ ഈ ഒരു ബ്ലൂ കളർ ഷെയ്ഡാണ്. ഇതുണ്ട്, ഈ ഒരു സ്റ്റൈലിലുള്ള പത്തീക് പ്രിന്റ് ആണ് ഇതിൽ ഫുള്ള് കൊടുത്തേക്കുന്നത്. സെക്കൻഡ് വന്നിട്ടൊരു റെഡ് വിത്ത് വൈറ്റ് കോംബോ. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു മസ്റ്റർഡ് ഷെയ്ഡാണ്. മസ്റ്റർഡ് അല്ല, മാംഗോ യെല്ലോ കളർ ഷെയ്ഡ്. അടുത്തത് ബ്ലാക്ക്. നല്ല പൊളിയായിട്ടുള്ള 4 കളർ ഷെയ്ഡ്സിലാണ്. ഡീറ്റെയിൽസ് നോക്കാം. സോ അപ്പോൾ അധികം പറയണ്ടല്ലോ, ഇപ്പം ഭയങ്കര പിടിച്ചുപറിയുള്ള ഒരു ഐറ്റമാണ്. ഇതുപോലെ നമ്മുടെ പ്യോർ വിസ്കസ് ജോർജറ്റിൽ ബത്തീക് പ്രിന്റ് വന്നേക്കുന്ന ഐറ്റം പ്യോർ ഐറ്റമാണ്, വാഷബിൾ അല്ല. ഇതിൽ ഫുള്ളും എംബ്രോയിഡറി ഇല്ല, ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ ഈ ബത്തീക് പ്രിന്റ് പരണുണ്ട്. ഒരു ബഡ്സ് അല്ലെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ സ്റ്റൈലിലുള്ള ബത്തീക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ട് ബ്ലാക്ക് ആണ് ഫസ്റ്റ് വൺ. ആൻഡ് ബത്തീക്ക് എല്ലാത്തിലും വൈറ്റ് ആണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ വരും എൻ്റെ ടോപ്പ്. ദുപ്പട്ട ഷിഫോൺ, വിസ്കസ് ഷിഫോൺ. ഇങ്ങനെ റൗണ്ട് സ്റ്റൈലിൽ ഒരു ഫ്ലവർ പോലത്തെ പാറ്റേൺ ആണ് ദുപ്പട്ടയിൽ. അതായത് ടോപ്പിലും ദുപ്പട്ടയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബത്തീക്ക് പാറ്റേൺസ് ആണ് വരുന്നത്. താഴെ ഭാഗത്ത് ടോപ്പിൻ്റെ അതേ പാറ്റേണും കൊടുത്തേക്കുന്നു. ബാക്കി പോർഷൻസിലാണ് ഇതുപോലത്തെ ഒരു വർക്ക് ചെയ്തേക്കുന്നത്. ആൻഡ് ബോട്ടം പ്യോർ ഷാൻഡോൺ ആണ്. അതിലും ഈ ഒരു ദുപ്പട്ടയിലത്തെ പോലത്തെ ബാട്ടിക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല ഡിസൈനാണ്. നോർമലി നമ്മുടെ ബോട്ടത്തിൽ പ്ലെയിൻ ആയിട്ടായിരിക്കും വരും. ഇപ്പം ഈ കുറച്ച് ദിവസങ്ങളിൽ കാണിച്ചിരിക്കുന്ന ഡിസൈൻസുകളിലെല്ലാം ബോട്ടത്തിലും ഈ ഒരു ബത്തീക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് വരും ആ ബോട്ടത്തിലും കൂടെ വർക്ക് വരുമ്പം. ഇതാണ് ഫസ്റ്റ് കളർ. ഇത് നല്ലൊരു മാംഗോ യെല്ലോ ആണ് കളർ ഷെയ്ഡ് വരുന്നത്. ഇനിയിപ്പോൾ ഇതിൽ എംബ്രോയിഡറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ ഒത്തിരി ഡീറ്റെയിലിംഗ് വരുന്നില്ല. വളരെ കംഫർട്ടബിൾ ഫാബ്രിക് ആണ്. ബട്ട് ഇങ്ങനെയുള്ള ഫാബ്രിക്സുകൾ, പ്യുവർ ഫാബ്രിക്കുകൾ നമുക്ക് ഇടുമ്പം വളരെ സുഖമൊക്കെയാണ്. പക്ഷേ കെയർ വേണം. വളരെ റഫായിട്ട് ഡെയിലി വിയർ ആയിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം അത് വാഷ് ചെയ്യാതെ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം ഷെയ്ഡിലിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്തിട്ട് മാത്രം എടുത്ത് വെക്കുക. അല്ലെങ്കിൽ അധികം വേർപ്പൊന്നും എടുക്കാതെ അങ്ങനെയൊക്കെ മാക്സിമം കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡ്രൈ ക്ലീൻ ഒന്നും ചെയ്യാതെ വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. ഇതാണ് അടുത്ത ഷെയ്ഡിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. 1480 പ്രൈസ്. സോ ഇത് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഫോർ എ ചേഞ്ച് ക്രിസ്മസിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് ഫുൾ റെഡ് അല്ലെങ്കിൽ ഫുൾ വൈറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും റെഡിൻ്റെയും വൈറ്റിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടതും നമ്മുടെ പ്യുവർ ഫാബ്രിക്കിൽ വരുന്ന ഡിസൈൻ ഇത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ക്രിസ്മസിന് വേണ്ടി മാത്രമല്ല, എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കളക്ഷൻസ് വരുമ്പോൾ, അതായത് ഈ രണ്ടും മിക്സ്ഡ് ഒക്കെ ആയിട്ട് വരുമ്പം നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരും ഇതിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. സോറി, ഇത് റെഡ് അല്ല കേട്ടോ. അതുകൊണ്ട് ബോട്ടം കാണുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുക. ഇതൊരു നല്ലൊരു റാണി പോലത്തെ കളറാണ്. ചെറിയൊരു റെഡിൻ്റെ ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു റാണി കളർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. അതാണ് ഓവറോൾ ലുക്ക്. അതായത് കുറച്ചൊരു റോയൽ ബ്ലൂവിൻ്റെ മിക്സ് വരുന്ന ഷെയ്ഡ്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. ഇത്രയും കളർ ഷെയ്ഡ്സേ ഉള്ളൂ. താങ്ക് യു.